നാട്ടിൽ ഈ ബിസിനസ് ചെയ്യണ കഷ്ടപ്പാടില്ലല്ലോ ദുബായിലെ ജോലിക്ക്. മാസം കൃത്യമായിട്ട് നല്ലൊരു തുക ശമ്പളം ഉണ്ട്. ആ നിങ്ങളെ കണ്ണ് അതിലാണ്, മാസാമാസം കിട്ടുന്ന തുക. അമ്മ അച്ഛൻ മരിച്ചു ഒരു ഗതിയില്ലാതെ നിൽക്കുന്ന സമയത്ത് എന്റെ 19ാമത്തെ വയസ്സിൽ ഞാൻ നാട്ടിൽ കഷ്ടപ്പെടാൻ പോയതാണ്. ഞാൻ വീട് വെച്ചു, അനിയത്തിയുടെ കല്യാണം നടത്തി, നിങ്ങളെ കടങ്ങൾ വീട്ടി, എന്റെ കല്യാണം കഴിഞ്ഞു. ഞാൻ ജോലിക്കളനാണെങ്കിലേ ഇതൊന്നും നടക്കൂല. അത് നിന്റെ കടമയല്ലേ? ആണല്ലോ. അപ്പൊ എന്റെ കടമ ഞാൻ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പൊ എനിക്ക് വേണ്ടി ഞാൻ ഇനി ജീവിക്കാൻ പോവുകയാണ്. എനിക്കൊരു ജീവിതമില്ലേ? ആ ജീവിതത്തിൽ ഞാനും കൂടെ കഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിട്ടാ തിരിച്ചു പോകാൻ പറഞ്ഞത്. അമ്മ നാട്ടിൽ നിൽക്കാൻ സമ്മതിക്കൂലായിരുന്നു എനിക്കറിയായിരുന്നു. പക്ഷെ ആര്യം നീ, അപ്പൊ നിനക്ക് എന്റെ കൂടെ ജീവിക്കണ്ടേ? ഞാൻ മാസാമാസം അയച്ചിരുന്ന പൈസ മാത്രം മതിയല്ലേ? ഞാൻ കയറി പൊയ്ക്കോളാം. പക്ഷെ ഇത്തവണ പോണത് എത്ര നാൾ ഞാൻ നിൽക്കണമെന്ന് നിങ്ങൾ പറയണം. കാരണം ഞാൻ എന്റെ കടമ നിറവേറ്റാൻ പോണതല്ല, ഗൾഫുകാരന്റെ കുടുംബം എന്നുള്ള നിങ്ങളെ സ്റ്റാറ്റസ് നിലനിർത്താനും നിങ്ങൾക്ക് ഇവിടെ അടിച്ചു പൊളിച്ച് ജീവിക്കാനും വേണ്ടിയിട്ടാണ്. അമ്മ 15 കൊല്ലം ഞാൻ ആ നാട്ടിൽ കിടന്ന് കഷ്ടപ്പെടുമ്പോഴും ഞാൻ സ്വപ്നം കണ്ടെന്നാണെന്നറിയാമോ? ഈ വീട്ടിൽ വന്ന് നിങ്ങളെ കൂടെ ജീവിക്കുന്നതും ഈ നാട്ടിൽ എന്തെങ്കിലും ചെയ്ത് സെറ്റിൽ ആവുന്നതുമാണ്. എന്നിട്ട് അവസാനം ഞാൻ ഈ നാട്ടിൽ സെറ്റിൽ ആവാൻ പോയപ്പോ നിങ്ങൾ തന്നെ പാര വെച്ചത് നശിപ്പിക്കുന്ന. ഞാൻ നാളെയാ എപ്പോഴാന്ന് വെച്ചാൽ കയറി പൊയ്ക്കോളാം. എന്നിട്ട് അവിടെ എങ്കിലും പട്ടിക്കൂടി പോയി ജോലി ചെയ്തിട്ട് നിങ്ങൾക്ക് മാസാമാസം പൈസ അയച്ചു തരാം. നിങ്ങൾ ഇവിടെ അടിച്ചു പൊളിച്ച് ജീവിച്ചോണം. എന്നിട്ട് നിങ്ങൾ എപ്പോഴെങ്കിലും എന്നെ മറക്കുമ്പോ ഒന്ന് വിളിക്കണേ. ഞാൻ ഇവിടെ വന്ന് ഇടയ്ക്കിടയ്ക്ക് മുഖം കാണിച്ചിട്ട് പോവാം. അല്ലെങ്കിൽ നിങ്ങൾ എന്റെ മുഖം മറന്നു.